നമസ്കാരം. മോണ്ട്ര ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഈ ചാർജിങ് ഇട്ടിരിക്കുക റോഡ് സൈഡിൽ. ചവറയിൽ എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാതെ പോയി, അതായത് ഈ വാഹനം ഉപയോഗിക്കുന്നവർക്കും ഇനി വാങ്ങിക്കാനിരിക്കുന്നവരൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളോട് ഒരു കാര്യം നിങ്ങളോട് പറയാതെ വയ്യ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നത്. ഇതൊരു അൺസ്ക്രിപ്റ്റഡ് വീഡിയോ ആണ്, വേറൊന്നുമല്ല. ഞാനിപ്പം ഈ 30 കിലോമീറ്റർ വാഹനം ഓടിച്ച് ഇവിടെ എത്തിയത്, ചവറയിൽ നിന്ന് ഹരിപ്പാട് വരെ ഒരു അപ്രോക്സിമേറ്റ് 30 കിലോമീറ്റർ. ഇനി ഞാൻ 100 കിലോമീറ്റർ എറണാകുളത്തോട്ട് ഓടിക്കുന്ന കാര്യം അല്ലെങ്കിൽ തന്നെ പേടിയാവുക. വേറൊന്നുമല്ല, ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതെങ്കിലും ഗർഭിണികളും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രസവിച്ചേനെ, മാസം തികയാതെ പ്രസവിച്ചേനെ. ഇതിനകത്ത് ഏതെങ്കിലും ഗർഭിണികളൊക്കെ ആയിട്ട് ഞാൻ നിരന്തരം പ്രസവം എടുക്കേണ്ടി വരും മിക്കവാറും ഈ വാഹനം കൊണ്ടു നടക്കുകയാണെങ്കിൽ. ആ രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ. 4 ലക്ഷം രൂപയുടെ മുതലാണ്, 4 ലക്ഷം രൂപയുടെ മുതൽ. ഇതിനകത്ത് എന്താണ് ഉള്ളത്? ഒന്നാമത്തെ കാര്യം, അബദ്ധം പറ്റിയെന്ന് തോന്നുന്നത്, ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് തന്നെയാണ് വാഹനം എടുത്തത്. 1, 2, 3 കിലോമീറ്റർ നമ്മൾ വാഹനം ഓടിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ഇഷ്ടം തോന്നിയുകൊണ്ട് ഞാൻ വാഹനം എടുത്തു. എല്ലാത്തിലും ഉപരി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിനേക്കാൾ ഉപരി ഞാൻ മറ്റുള്ളവരുടെ റിവ്യൂ നോക്കിയിരുന്നു. അതായത് ഈ കോഴിക്കോട്, മലപ്പുറം ഒക്കെ ഉള്ള കുറച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവന്മാരുടെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. കാറിനകത്ത് പോകുന്ന സുഖമാണെന്നാണ് പറഞ്ഞത്. ഈ വാഹനത്തിനകത്ത് പോയി കഴിഞ്ഞാൽ കാറിനകത്ത് പോകുന്ന സുഖമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം തള്ളി മറിച്ചതിൻ്റെ പേരിലാണ് വാഹനം എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ട് ഈ ഡീലർഷിപ്പോ അല്ലെങ്കിൽ കമ്പനിയൊക്കെ ഇവർക്ക് എന്തെങ്കിലും ചില്ലറ ചായ കുടിക്കാൻ കൊടുക്കുമായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ യൂട്യൂബർമാരൊക്കെ ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ച് ഈ വാഹനം എടുപ്പിച്ചത്. എന്തായാലും ഞാനാണ് നെഗറ്റീവ് റിവ്യൂസ് ഒന്നും കണ്ടില്ല യൂട്യൂബിൽ. ഒരു റിവ്യൂസ് പോലും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഈ മോണ്ട്ര എന്ന് പറയുന്ന ഈ ഓട്ടോറിക്ഷയെ പറ്റി ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോയി എടുത്തതാണ്. എനിക്കൊന്ന് ഫസ്റ്റ് ഇങ്ങനെ ഒരു നെഗറ്റീവ് പറയുന്നത് ഞാനായിരിക്കും. അപ്പം എന്നെ ഇനി ഭ്രാന്തനായിട്ട് ചിലപ്പോൾ മുദ്ര കുത്തും. കാര്യം ഭൂരിപക്ഷം ആളുകൾ കള്ളത്തരം പറയുകയും ഒരാൾ മാത്രം സത്യം വിളിച്ച് പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ അവനെ വട്ടനായിട്ടോ കള്ളനായിട്ടോ ഒക്കെ മുദ്ര കുത്തും. എന്തായാലും എനിക്കിതാ ഇപ്പോൾ ഛർദ്ദിക്കാൻ വരുമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. നമ്മൾ ഈ കുട്ടിക്കാനത്തുനിന്നോ തേക്കടിയിലോട്ടോ അല്ലെങ്കിൽ കുമളി ഒക്കെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ചുരം കയറുമ്പോൾ, വയനാട് ചുരം കയറുമ്പോഴൊക്കെ നമ്മൾ ശീലമില്ലാതെ അതിലേക്കൂടെ സഞ്ചരിക്കുമ്പോഴേ, ഈ പ്രൈവറ്റ് ബസ്സിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നില്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു ടെൻഡൻസി. 30 കിലോമീറ്റർ വാഹനം ഈ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കട്ടറുകളെ ചിലയിടത്തുള്ളൂ. പരമാവധിയൊക്കെ കൂടുതൽ സ്ഥലത്തും ടാർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലേക്കൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് തന്നെ മനുഷ്യൻ്റെ അടപ്പൂരി തെറിച്ചൊരവസ്ഥയാണ്. ഇനി എറണാകുളം വരെ ഇനി 100 കിലോമീറ്ററിന് മേളിൽ യാത്ര ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഭയം തോന്നുക. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. നിങ്ങൾ ഈ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും വാഹനം എടുത്തവരും ഒക്കെ ദയവായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക. എല്ലാത്തിലും ഈ കമ്പനി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിന് കണ്ടെത്തുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യും. അതായത് നമ്മൾ ഈ വാഹനം ഇപ്പം എടുത്തവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കമ്പനി കണ്ടെത്തട്ടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി ആളുകൾക്ക് കേട്ടോ. കാരണം 4 ലക്ഷം രൂപയുടെ മുതലാണ്. ഒന്നാമത് നമ്മൾ ഈ ആപ്പയോ അല്ലെങ്കിൽ ആൽഫയോ ഒക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി സ്പ്രിങ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ വണ്ടിക്കകത്ത് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അനുഭവിക്കുക തന്നെ നിർവാഹമുള്ളൂ എന്ന് തോന്നുന്നു. ഇനി കമ്പനിയായിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ പരമാവധി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഈ വണ്ടിയുടെ ഇനിയും ഒരുപാട് പോരായ്മകൾ പലരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കാത്തിരിക്കുക.